Dear children, Chapter 11 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2014 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദി ക്യാപിറ്റൽ ഫ്രം ദ ബിഗിനിങ് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ അല്ലേ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്യാപിറ്റൽ അറ്റ് ദി എൻഡ്, ഡ്രോയിങ്സ്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ലോസ് ഡ്യൂറിങ് ദ ഇയർ, ഇത്രയും ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ റിഡക്റ്റ് ചെയ്യണം, ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യണം അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുന്നു. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 1,56,000. ആ ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ ആ വർഷത്തെ ഡ്രോയിങ്സ് ആയ 14,000 ആഡ് ചെയ്യുന്നു. അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റലായ 40,000 ഡിഡക്റ്റ് ചെയ്യുന്നു. ദെൻ അപ്പോൾ നമുക്ക് കിട്ടുന്നത് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആണ് അല്ലേ. അതിൽ നിന്ന് അതിൻ്റെ കൂടെ ഇവിടെ ലോസ് ആണ് കണ്ടോ, ഇവിടെ ലോസ് ആയതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ലോസ് ആയതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യണം. പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഡിഡക്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം ലോസ് ആയതുകൊണ്ട് അത് ആഡ് ചെയ്യുന്നു. ദെൻ കിട്ടുന്നത് എന്ന് പറയുന്നത് എന്താണ്? ആ കിട്ടുന്ന ഫിഗർ ക്യാപിറ്റൽ അറ്റ് ദി ബിഗിനിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, ക്രെഡിറ്റ് പർച്ചേസസ് ആർ കാൽക്കുലേറ്റഡ് ബൈ പ്രിപ്പയറിംഗ്. ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് തയ്യാറാക്കിക്കൊണ്ടാണ്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിക്കൊണ്ടാണ് അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കുന്നത്. നെക്സ്റ്റ്, അസർട്ടൈൻ പ്രോഫിറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്നും പ്രോഫിറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപിറ്റൽ ഓൺ 1st January 2014 16,000. എന്ത് ക്യാപിറ്റലാണിത്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ഓൺ 31st December 2014 17,900. ഇതെന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ആ വർഷം എൻഡിങ് ഡേറ്റിലുള്ള ക്യാപിറ്റലാണ്, ക്ലോസിംഗ് ക്യാപിറ്റലാണ്. ഡ്രോയിങ്സ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 4,800. ആ വർഷം 4,800 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ആവശ്യത്തിന്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 1st July 2014 2,000. ആ വർഷം അതായത് ജൂലൈ 1 ഒരു 2,000 രൂപ വീണ്ടും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് തയ്യാറാക്കിയാൽ മതി? ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് തയ്യാറാക്കിയാൽ മതി അല്ലേ. നമുക്കറിയാം എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത്. ഏതിൽ സ്റ്റാർട്ട് ചെയ്യുക? ക്ലോസിംഗ് ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ 17,900 ആണ്. അതിൻ്റെ കൂടെ ആ വർഷത്തെ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. കാരണം ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റിൽ ഉൾപ്പെട്ടതാണല്ലോ. അത് നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വിഡ്രോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഡ്രോയിങ്സ് ആഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യണം? ഡ്രോയിങ്സ് ആഡ് ചെയ്തിട്ട് അഡീഷണൽ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. കാരണം ഇവിടെ 2,000 ആണ് അഡീഷണൽ ക്യാപിറ്റൽ. അത് ക്യാപിറ്റലാണ്, അത് പ്രോഫിറ്റ് ആയിട്ട് വരുന്നതല്ല. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ക്യാപിറ്റലിനെ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് നമ്മുടെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ്. അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റലായ 16,000 എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. കിട്ടുന്ന ഫിഗർ പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും നെഗറ്റീവ് ആണെങ്കിൽ ലോസും ആയിരിക്കും. ഇവിടെ 4,700 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്, ആ വർഷത്തെ പ്രോഫിറ്റ് ആണ്. ഇവിടെ ചെയ്തിട്ടിരിക്കുന്നത് ആദ്യമേ ബിഗിനിങ്ങിലെ ക്യാപിറ്റൽ ലെസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെ ചെയ്തെന്നാലും ആൻസർ ഒന്ന് തന്നെ കിട്ടും. നമ്മൾ പഠിച്ച ഫോർമാറ്റിൽ തന്നെ ചെയ്യുക കേട്ടോ. അതായത് ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ എഴുതുക, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക, ദെൻ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യുക. ആ ഒരു ഫോർമുല ചെയ്ത് ശീലിച്ചോളുക കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ബി പോസ്റ്റിംഗ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ഡെറ്റേഴ്സ് അക്കൗണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അസറ്റ് അക്കൗണ്ട് ആണ് അല്ലേ. അപ്പം അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ്, അതായത് ഇൻക്രീസ് ഡെറ്റർ എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ഡെറ്റർ എന്ന് പറഞ്ഞ അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം എന്താ ചെയ്യുക? ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്, അറിയാമല്ലോ. പിന്നെ ഇത് ഓരോന്നും വായിച്ചു നോക്കുക. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെറ്റേഴ്സിന് കുറച്ച് തുക ബിസിനസ്സിൽ നിന്ന് കിഴിവ് അനുവദിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അത് ഏത് സൈഡിൽ വരുന്ന? ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ്.
നെക്സ്റ്റ് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് സംഭവിക്കുമ്പോഴും എന്ത് സംഭവിക്കും? ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യും. കാരണം പിന്നെ അത്രയും ഇല്ലല്ലോ, സൺഡ്രി ഡെറ്റർ അത്രയും ഇല്ല, കുറച്ച് തുക കിട്ടാക്കടമായി മാറുന്നു, അപ്പോഴും ഡെറ്റേഴ്സ് ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡെറ്റർ എന്ന് പറഞ്ഞ അസറ്റ് ഉണ്ടാകാനുള്ള കാരണം തന്നെ എന്താണ്? ക്രെഡിറ്റ് സെയിലാണ് അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സെയിൽ എവിടെയാണ് എഴുതുന്നത്? ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലല്ലേ എഴുതേണ്ടത്. അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ക്യാഷ് റിസീവ്ഡ്. ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴും ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അത്രയും തുകയ്ക്ക് കിട്ടിയ എമൗണ്ടിന് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ക്രെഡിറ്റ് സെയിലാണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതുകയുള്ളൂ കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ്, എ ഫെയിം ഹാസ് ഗിവൺ യു സർട്ടൈൻ പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ശിവകുമാർ. അപ്പോൾ ഒരു ഫെയിം ശിവകുമാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത്. എമൗണ്ട് ഓവ്ഡ് ടു ശിവകുമാർ ഓൺ 1st January 2014. എന്താ ഇതിൻ്റെ അർത്ഥം? 4000 ആണ്. ശിവകുമാറിന് 2014 ജനുവരി 1 തീയതി 4000 രൂപ കൊടുക്കാനുണ്ട്. ഓവ്ഡ് ടു ശിവകുമാർ എന്നാണ് അല്ലേ? അപ്പോൾ അത്രയും തുക ശിവകുമാറിന് ഈ ബിസിനസ് സ്ഥാപനം കൊടുക്കാനുണ്ടെന്നല്ലേ അർത്ഥം. ആലോചിച്ച് നോക്കി. അപ്പോൾ ശിവകുമാർ ആരായി? ഫെയിമിൻ്റെ ക്രെഡിറ്റർ ആണല്ലേ? അപ്പോൾ 4000 രൂപ ബിസിനസ് ഈ ശിവകുമാറിന് കൊടുക്കാനുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശിവകുമാർ ക്രെഡിറ്റർ ആണ്. പർച്ചേസസ് ഫ്രം ഹിം ഡ്യൂറിങ് ദ ഇയർ. ആ വർഷം 2014 ഇയറിൽ 24,000 രൂപയുടെ സാധനങ്ങൾ ശിവകുമാറിൻ്റെ അടുക്കൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് പർച്ചേസാണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ് അല്ലേ? 24,000 രൂപയുടെ പർച്ചേസ് ആണ് നടത്തിയിരിക്കുന്നത്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ശിവകുമാർ. ശിവകുമാർ ഈ ബിസിനസ് സ്ഥാപനത്തിന് 1000 രൂപ കിഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ക്രെഡിറ്ററാണ് ശിവകുമാർ, ബിസിനസ്സിന് ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ക്യാഷ് പെയ്ഡ് ടു ഹിം. ശിവകുമാറിന് 14,000 രൂപ ബിസിനസ് സ്ഥാപനം കൊടുത്തു. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ശിവകുമാർ ടു ദി ബിസിനസ്? ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് ശിവകുമാർ ആരാണ്? ബിസിനസ്സിൻ്റെ ആരാണ്? ആദ്യമേ നമ്മൾ പറഞ്ഞു ആരാണ്? ക്രെഡിറ്റർ ആണ്. കാരണം ഈ ബിസിനസ് സ്ഥാപനം ശിവകുമാറിന് ക്യാഷ് കൊടുക്കാനുണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ബിസിനസ് സ്ഥാപനം അദ്ദേഹത്തിൻ്റെ അടുത്തിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്, ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ളതാണ് അല്ലേ? അപ്പം നോക്കുമ്പോൾ ശിവകുമാർ ആരാണ്? ക്രെഡിറ്റർ ആണ്. പ്രിപ്പയർ ശിവകുമാർസ് അക്കൗണ്ട്. ശിവകുമാറിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ക്രെഡിറ്ററുടെ അക്കൗണ്ട് തയ്യാറാക്കാൻ. ദെൻ ശിവകുമാർ അക്കൗണ്ട് വരയ്ക്കുക. നമുക്കറിയാം ശിവകുമാർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ക്രെഡിറ്റർ ആണ്, ലയബിലിറ്റി ആണ്. അപ്പം ലയബിലിറ്റിയുടെ ബാലൻസ് ഇൻക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യിക്കുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലുമാണ് എഴുതേണ്ടതെന്ന് അറിയാം. ഇപ്പം നമുക്ക് ഈ ഓരോ ഐറ്റംസും നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം, ഓരോ ട്രാൻസാക്ഷൻസും. എമൗണ്ട് ഓവ്ഡ് ടു ശിവകുമാർ ഓൺ 1/1/2014. അതായത് ശിവകുമാറിന് 2014 ജനുവരി 1 തീയതി കൊടുക്കുവാനുള്ള എമൗണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ? ശിവകുമാർ എന്ന ക്രെഡിറ്ററിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. നോക്കിക്കേ, ക്രെഡിറ്റർ ആണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റിയുടെ എല്ലാം ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഏതായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പം ഈ 4000 നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ശിവകുമാർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. നെക്സ്റ്റ്, പർച്ചേസസ് ഫ്രം ഹിം ഡ്യൂറിങ് ദ ഇയർ 24,000. ആ വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്ത് പർച്ചേസ് ആണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ് അല്ലേ? അപ്പോൾ 24,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ വാങ്ങിക്കുമ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പം ക്രെഡിറ്റേഴ്സ് വരാനുള്ള കാരണം തന്നെ നമുക്കറിയാം എന്താണ്? ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ എവിടെ എഴുതേണ്ടത്? ശിവകുമാർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞ് 24,000 പോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ശിവകുമാർ 1000. 1000 രൂപ ശിവകുമാർ ബിസിനസ്സിന് ഡിസ്കൗണ്ട് അനുവദിച്ചു അല്ലേ? അപ്പം നോക്കിക്കേ, അപ്പം അത്രയും തുകയ്ക്ക് ഈ ക്രെഡിറ്ററോടുള്ള ബാധ്യത എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. കാരണം ഈ 1000 രൂപ ബിസിനസ് കുറച്ച് കൊടുത്താൽ മതിയല്ലോ, അത്രയും തുക ഡിസ്കൗണ്ട് തന്നു. അപ്പം ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ആ ഡിസ്കൗണ്ട് കിട്ടിയ അത്രയും എമൗണ്ടിന് എന്ത് ചെയ്തിരിക്കുന്നു? ഡിക്രീസ് ചെയ്തിരിക്കുന്നു. അപ്പം ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് ശിവകുമാർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ്, ക്യാഷ് പെയ്ഡ് ടു ഹിം 14,000. അദ്ദേഹത്തിന് ക്യാഷ് 14,000 രൂപ ക്യാഷ് കൊടുത്തു. 14,000 രൂപ ക്യാഷ് കൊടുക്കുമ്പോഴും അത്രയും ബാധ്യത എന്ത് ചെയ്യുക? കുറയുകയില്ലേ? 14,000 രൂപയ്ക്ക് ക്രെഡിറ്ററോടുള്ള ബാധ്യത അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ശിവകുമാർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ 14,000 കാണിക്കുന്നു.
ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള. അതെല്ലാം എഴുതി ദെൻ ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ഇപ്പം ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, 28,000. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഈ 14,000 ഡിഡക്റ്റ് ചെയ്തെന്നാൽ ബാക്കി വരുന്നത് എന്താണ്? 13,000. അതെന്ന് പറയുന്നത് ശിവകുമാറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ശിവകുമാർ അല്ലെങ്കിൽ സൺഡേ ക്രെഡിറ്ററുടെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞ് ശിവകുമാറിന് എത്ര രൂപ കൊടുക്കാനുണ്ട്? 13,000 കൊടുക്കാനുണ്ട്. ക്ലോസിംഗ് ബാലൻസ് ആണിത് അല്ലേ? ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നുണ്ട്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസിയാണ്. നെക്സ്റ്റ്, അബു ഡസ് നോട്ട് ഫോളോ എനി പെർഫെക്റ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അബു പെർഫെക്റ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആയിരുന്നില്ല ഫോളോ ചെയ്തെന്ന്. ഹി ഗീവ്സ് യു ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. അദ്ദേഹം താഴെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് നൽകുന്നു. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്. എക്സ്പെൻസസ് മെറ്റ് ഫോർ ഹിസ് ഡൊമസ്റ്റിക് പർപ്പസ് 11,000. എന്താ ഇതിൻ്റെ അർത്ഥം? 11,000 രൂപ വീട്ടാവശ്യത്തിന് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ? ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ട് 11,000 രൂപ എടുത്തു എന്ന് പറയുമ്പോൾ അതെന്താണ്? ഡ്രോയിങ്സ് ആണ് അദ്ദേഹത്തിൻ്റെ അല്ലേ? അതെന്ന് പറയുന്നത് ഡ്രോയിങ്സ് ആണ്. നെക്സ്റ്റ്, ബോറോവിങ്സ് ഫോർ ബിസിനസ് പർപ്പസ് 10,000. ബിസിനസ്സിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ വായ്പ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ വായ്പ എടുത്തപ്പോൾ അത്രയും തുക ബിസിനസ്സിലേക്ക് വന്നു. അത് എന്തിനേക്ക് എന്താ ആവശ്യത്തിനാണ്? ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എടുത്തിരിക്കുന്നതാണ് അല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിലേക്ക് വീണ്ടും അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തതെന്ന് മാത്രം ഈ 10,000 രൂപ കടം വാങ്ങിച്ചിട്ടാണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 10,000 എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താണ്? അഡീഷണൽ ക്യാപിറ്റലാണ്. ക്ലിയർ? നെക്സ്റ്റ്, ക്ലോസിംഗ് ക്യാപിറ്റൽ 49,000. ക്ലോസിംഗ് ക്യാപിറ്റൽ 49,000 ആണ്. അസർട്ടൈൻ ദ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് മെത്തേഡ് ഹാവ് യു എംപ്ലോയ്ഡ് ഫോർ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ. ഈ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഏതാണെന്നും എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം എല്ലാ ഇൻഫോർമേഷൻസും തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാം. 49,000 അല്ലേ? ക്ലോസിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ കൂടെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ ഡ്രോയിങ്സ് 11,000 ഡ്രോയിങ്സ് ഉണ്ട്. ആ ഡ്രോയിങ്സ് ക്ലോസിംഗ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പിന്നെ അതിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ ഇവിടെ നോക്കിക്കേ, ഈ ബോറോവിങ്സ് ഫോർ ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്യാപിറ്റലാണ് 10,000 രൂപ. ആ അഡീഷണൽ ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യണം. കാരണം അത് പ്രോഫിറ്റ് അല്ലല്ലോ, അതെന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പം നമുക്ക് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ കിട്ടും. ദെൻ അതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്തെന്നാൽ കിട്ടുന്ന റിസൾട്ട് ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്, മൈനസ് ഫിഗർ ആണെങ്കിൽ ലോസും ആയിരിക്കും. ഇവിടെ ഇത്രയും ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,000 ആണ്. അതെന്ന് പറയുന്നത് ആ വർഷത്തെ പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, ഈ മെത്തേഡ് ഏതാണ്? നമ്മൾ അപ്ലൈ ചെയ്ത മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആണ് അല്ലെ? നമ്മൾ തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്ത മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ആണ്. ക്ലിയർ? നെക്സ്റ്റ്, ദ പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഫൗണ്ട് ബൈ ഡാഷ് ബേസിസ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ലാഭവും നഷ്ടവും കണക്കാക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ചോദ്യം. ഓൺ ആൻ എസ്റ്റിമേറ്റ് ആണോ? ഡ്രോയിങ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ? ഡ്രോയിങ് ദി ബാലൻസ് ഷീറ്റ് ആണോ? ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണോ? എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത് വെറും ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ്, ഒരു അനുമാനമാണ് അല്ലേ? അതൊരിക്കലും ആക്യുറേറ്റ് അല്ല. കാരണം നമ്മൾ ഒന്നും ലെഡ്ജർ ബാലൻസിൻ്റെ ബേസിലല്ല ചെയ്യുന്നത്, എല്ലാം ഒരു എസ്റ്റിമേഷൻ മാത്രമാണ്. അപ്പം കറക്റ്റ് ആൻസർ എസ്റ്റിമേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, Jaya brother is a sole trader who invested ₹10,000 on 1st January 2012 in his business, and the same was found at ₹18,000 at the end of the accounting year. He also withdrew ₹6,000 for his private use, ascertained his profit for the year. ഇത്രയും ഇൻഫോർമേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ജയ ബ്രദേഴ്സിൽ ആ സോൾ ട്രേഡർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ് അല്ലേ? 1/1/2012 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ. അതെന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. അത് ആ ഇയറിൻ്റെ അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 18,000 ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? ക്ലോസിംഗ് ക്യാപിറ്റലാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 6,000 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് യൂസ്, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട്. അതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സ് ആണ്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യുക. ക്ലോസിംഗ് ക്യാപിറ്റൽ ഇവിടെ 18,000 ആണ്.
അതിൻ്റെ കൂടെ ഈ വിഡ്രോ ചെയ്ത 6,000 ആഡ് ചെയ്യുക. ആ ഡ്രോ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ലാഭം തന്നെയാണല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ഡ്രോയിങ്സ് എന്ത് ചെയ്യുന്നു, തിരിച്ച് ആഡ് ചെയ്യുന്നു. പിന്നെ ഇവിടെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഓപ്പണിംഗ് ക്യാപിറ്റൽ അങ്ങ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ക്യാൻ ബി ഫൗണ്ട് ഫ്രം ദി ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എത്ര രൂപ ക്യാഷ് കിട്ടി എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാഷ് ബുക്കിൽ നിന്നാണോ കിട്ടുന്നത്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നാണോ, സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിൽ നിന്നാണോ, അതെയോ ബോത്ത് എ ആൻഡ് ബി, അതായത് ക്യാഷ് ബുക്കിൽ നിന്നും ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ നിന്നും കിട്ടുമോ? ആലോചിച്ച് നോക്കിക്കേ. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിന്റെ കയ്യിൽ എത്ര രൂപ ക്യാഷ് കിട്ടി എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും എവിടെ കാണും? ക്യാഷ് ബുക്കിൽ കാണൂല്ലേ, കാരണം എല്ലാ ക്യാഷ് റിസീപ്റ്റ്സും പേയ്മെന്റ്സും ക്യാഷ് ബുക്കിലുണ്ടാവും. അപ്പം ക്യാഷ് ബുക്കിലുണ്ടാവും. പിന്നെ ആലോചിച്ച് നോക്കിക്കേ, ഈ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഇതിൽ നിന്ന് നോക്കിയാൽ കിട്ടത്തില്ലേ എത്ര രൂപ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും കിട്ടി എന്നുള്ള വിവരം? അപ്പോൾ എയും ബിയും ആൻസറാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ബോത്ത് എ ആൻഡ് ബി ആണ്. നെക്സ്റ്റ്, അസർട്ടൈൻ ദി ക്രെഡിറ്റ് സെയിൽസ് ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഫിഗേഴ്സിൽ നിന്നും ക്രെഡിറ്റ് സെയിൽ അസർട്ടൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് 5,400, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 18,400, ഡിസ്കൗണ്ട് അലൗഡ് 1,200, ബിൽസ് റിസീവബിൾ റിസീവ്ഡ് 4,500, ബിൽസ് റിസീവബിൾ ഡിസോണേഡ് 500, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് 4,300. ഇത്രയും ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സെയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റ് ആണ്. എങ്ങനെ തയ്യാറാക്കും നമ്മൾ? അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഡെബിറ്റ് സൈഡിലും ഡിക്രീസ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതണം. ദെൻ ഓരോ ട്രാൻസാക്ഷൻസും അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ് അതെന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. നമുക്കറിയാം ഡെറ്റർ എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും. അത് നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതേണ്ടത്? ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 5,400 പോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 18,400. ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും 18,400 രൂപ കിട്ടി. ഡെറ്റേഴ്സ് ക്യാഷ് തന്നു കഴിയുമ്പോൾ അവിടെ ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അവർ ക്യാഷ് തന്നല്ലോ, പിന്നെ നമ്മൾ അവരെ ഡെറ്റർ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എവിടെ എഴുതണം? ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് 18,400 എഴുതുന്നു. നെക്സ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ് 1,200. ഡെറ്റേഴ്സിന് ഒരു 1,200 രൂപ ബിസിനസ്സിൽ നിന്ന് കിഴിവ് കൊടുത്തു. അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഡെറ്റേഴ്സ് അത്രയും തുക കുറച്ചല്ലേ തരികയുള്ളൂ. അപ്പം ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് 1,200 രൂപയ്ക്ക് എന്ത് ചെയ്തു? വീണ്ടും ഡിക്രീസ് ചെയ്തു. അതുകൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞ് 1,200 പോസ്റ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, ബിൽസ് റിസീവബിൾ റിസീവ്ഡ് 4,500. 4,500 രൂപയുടെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ആ അസറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡെറ്റേഴ്സ് ഈ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് തരുമ്പോൾ അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. കാരണം അവരെന്ത് തന്നിട്ടുണ്ട് നമുക്ക്? ബില്ല് അത്രയും തുകയുടെ 4,500 രൂപ വാല്യൂ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതുകൊണ്ട് അവരെ നമ്മളിപ്പോൾ എന്തെന്ന് പറയുന്നില്ല? ക്രെഡിറ്റർ എന്ന് പറയുന്നില്ല. അപ്പോൾ അത്രയും തുകയുടെ ബില്ല് കിട്ടിയത് അത്രയും തുകയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു 4,500. നെക്സ്റ്റ്, ബിൽസ് റിസീവബിൾ ഡിസോണേഡ് 500. ഈ കിട്ടിയ ബിൽസ് റിസീവബിളിൽ 500 രൂപയുടെ ബില്ല് എന്തായിപ്പോയി? ഡിസോണർ ആയിപ്പോയി. ബില്ല് കിട്ടിയപ്പം നമ്മൾ ഡെറ്റർ കുറഞ്ഞതായിട്ട് കാണിച്ച് ക്രെഡിറ്റ് ചെയ്തിരുന്നു. നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ ഡിസോണർ ആയിപ്പോയി 500 രൂപ യുടെ ബില്ല്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ അയാളെ ഡെറ്ററായിട്ട് പ്ലേസ് ചെയ്യും അല്ലേ. ഇപ്പം ഡിസോണർ ആയത് പറഞ്ഞ ഡേറ്റിൽ ക്യാഷ് തന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും അയാളെ ആരാക്കും? ഡെറ്ററായിട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ അത്രയും രൂപയ്ക്ക് 500 രൂപയ്ക്ക് ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കാരണം 500 രൂപയുടെ ബില്ല് തന്നയാളെ വീണ്ടും നമ്മൾ സൺഡേ ഡെറ്ററായിട്ട് പ്ലേസ് ചെയ്തു. അതുകൊണ്ട് അപ്പം ഡിസോണർ ആയപ്പം ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബിൽസ് റിസീവബിൾ ഡിസോണേഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. നെക്സ്റ്റ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 4,300. നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. ക്ലോസിംഗ് ബാലൻസ് എന്തെന്ന് പറഞ്ഞ് എഴുതേണ്ടത്? ബാലൻസ് സി ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാ
ട്രാൻസാക്ഷൻസ് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇപ്പം ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 28,400. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഈ 5,400 500 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ 22,500 എന്ന് പറയുന്നതാണ് ക്രെഡിറ്റ് സെയിൽ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട്. 22,500 രൂപയുടെ ക്രെഡിറ്റ് സെയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.